ഇന്നൊരു നോൺ വെജ് ഐറ്റം ആയാലോ? ഫ്രൈഡ് ചിക്കൻ ഗ്രേവിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ബോൺലെസ് ചിക്കനിലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണുള്ള ചിക്കൻ എടുക്കാം കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, ഉപ്പ്, കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണക്കിയെടുത്തതാണ്. ഇതെല്ലാം ചേർത്ത് കൈ നന്നായി വാഷ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മസാലകളൊക്കെ അതിലേക്ക് നന്നായി പിടിച്ചു കിട്ടും. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് കറിവേപ്പില ഇടുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർക്കുക. തിരിച്ചു മറിച്ചുവിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടണം. ഈ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഫ്രൈ ചെയ്ത എണ്ണയുടെ പകുതി ഞാൻ മാറ്റി വെച്ചു. ബാക്കിയുള്ളതിലേക്ക് പട്ടയും ഗ്രാമ്പും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അത് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം സവാള ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയിൽ ഞാൻ ഉപ്പിട്ടിട്ടല്ല വഴറ്റുന്നത്. കാരണം ഉപ്പിട്ടാൽ പെട്ടെന്ന് സവാള ടെൻഡറായിപ്പോവും. അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് വഴറ്റിയത്. ഒരുപാടൊന്നും വഴണ്ടി വരണ്ട. ഒരു 60 to 70% വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിലയും തക്കാളിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മസാലകളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതേ മസാലകൾ തന്നെ ഇതിലേക്കും ചേർത്താണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിയത് ഈ മസാലയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കറി എത്ര ലൂസായിരിക്കണം, എത്ര ഗ്രേവി ആയിരിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഇത്ര വെള്ളം ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർക്കുകയാണ്. കുറച്ച് പുതിനയില, മല്ലിയില ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരടപ്പിട്ട് മൂടിയിട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ഉണ്ടാവുക. അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂവിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.